ഹായ് ഫ്രണ്ട്സ്, ഇത് മീൻ വറുത്തതല്ല. ഇന്ന് കാണിക്കുന്നത് ഒരു വെജ് സൈഡ് ഡിഷ് റെസിപ്പിയാണ്. മീനൊന്നും കിട്ടാത്ത സമയത്തും ചെറിയൊരു മീനിൻ്റെ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലും ഒക്കെ ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ്. എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. 2 വലിയ വാഴക്കായ അഥവാ കറിക്കായ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ച തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് മാറ്റണം. ഇതുപോലെ പീലർ ഇല്ല എന്നുണ്ടെങ്കിൽ കത്തി വെച്ച് ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് ചുരണ്ടി എടുത്താലും മതിയേ. ആ പച്ചത്തോലി മൊത്തം പോകണമെന്നൊന്നുമില്ല. ഇനി ഇത് 2 രീതിയിൽ കട്ട് ചെയ്ത് കാണിക്കാം. ഒരു കായ എടുത്ത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് കട്ടി കുറച്ചല്ലാതെ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തതിന് ശേഷം കഴുകേണ്ട ആവശ്യമില്ല. ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്താൽ മതി. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി രണ്ടാമത്തെ കായ ഇതുപോലെ റൗണ്ടിലാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അതും അതേ കനത്തിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി മീൻ കട്ട് ചെയ്ത പോലെ ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടി ഒരു കനം കുറഞ്ഞ സ്പൂൺ ഉപയോഗിച്ച് ആ നീണ്ടിരിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. മീൻ കട്ട് ചെയ്ത പോലെ ഒന്ന് ഷേപ്പ് കിട്ടാൻ ചെയ്യുന്നത് മാത്രം. ഇനി ഇതെല്ലാം കൂടെ ഒരു അപ്പച്ചമ്പിലോട്ട് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പകുതി വേവിച്ചെടുക്കണം. നല്ലവണ്ണം വെന്ത് പോകരുത്, പകുതി കുക്ക് ചെയ്യാവൂ. ഒരു 2 മിനിറ്റിനുള്ളിൽ ഫുൾ ഫ്ലെയിമിൽ ഇത് പാകമാവും. ഇല്ലെങ്കിൽ മൈക്രോവേവിനകത്ത് ഫുൾ പവർ ഇട്ട് 2 മിനിറ്റ് കൊണ്ട് ചെയ്തെടുത്താലും മതി. ഇതിൽ വേണം ഉപ്പ് പുരട്ടി വെക്കാൻ. ഞാനിത് ഉപ്പൊന്നും പുരട്ടി വെക്കുന്നില്ല. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഡൗട്ടുള്ളവർ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി പാകത്തിന് വേവിച്ചെടുക്കുക. അതായത് പകുതി വെന്തെടുക്കുക. അതിനെ ഒന്ന് ആറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കുക. കായിൽ ഉപ്പ് പുരട്ടിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഒരു കായ്ക്ക് 1 സ്പൂൺ മുളക് പൊടി എന്ന കണക്കിൽ 2 സ്പൂൺ, ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് പാകത്തിന് കുരുമുളക് പൊടിച്ചത്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരുപാട് ചേർക്കരുത്, 1 സ്പൂണോളം മാത്രം ചേർക്കുക. ഇനി ഒരു ചെറിയൊരു നാരങ്ങയുടെ പകുതിയാണ് ചേർക്കുന്നത്. ഒരുപാട് പുളിയായി പോവും. അധികം നാരങ്ങാനീര് ചേർക്കരുത്. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. കാശ്മീരി മുളക് പൊടിയൊന്നും ചേർക്കണമെന്ന് നിർബന്ധമില്ല. എരിവിനനുസരിച്ച് മറ്റേ മുളക് പൊടിയായാലും മിക്സ് ചെയ്ത് ചേർക്കാം. നാരങ്ങാനീരിന് പകരമായിട്ട് വാളംപുളി പിഴിഞ്ഞതോ ഇല്ലെങ്കിൽ വിനിഗർ ആയാലും ഒരല്പം ചേർത്താൽ മതി. ഒരുപാട് പുളിയാവരുത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഓരോ വാഴക്കായിലും നമ്മൾ മീനിലും ചിക്കനിലും ഒക്കെ മസാല പുരട്ടുന്ന പോലെ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് വെക്കുക. വാഴക്ക ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മസാല പുരട്ടുന്ന സമയത്ത് അത് പൊട്ടി പോവും. അതുകൊണ്ട് പാകത്തിന് തന്നെ, അതായത് ഹാഫ് കുക്കാക്കി തന്നെ എടുക്കണം. അതേപോലെ തന്നെ അരിപ്പൊടി ഒരുപാട് ചേർക്കല്ലേ. അരിപ്പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഒരല്പം കോൺഫ്ലോർ ചേർക്കാവുന്നതാണ്. ഇതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചിരിക്കണേ. ഫ്രിഡ്ജ് വെക്കണമെന്നൊന്നും നിർബന്ധമില്ല, വെളിയിൽ വെച്ചാലും മതി. ഇനി സാധാരണയായിട്ട് നിങ്ങൾ മീൻ വറുക്കാൻ വേണ്ടി എത്രയോ എണ്ണ ഉപയോഗിക്കുന്നത് അത്ര എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടാവണം. അതിന് ശേഷം ഓരോന്നായിട്ട് പെറുക്കിയിടുക. തീ അങ്ങ് തീരെ കുറച്ചിടരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡിലും മുരിച്ചെടുക്കുക. ഇതിങ്ങനെ വറുക്കുന്ന സമയത്ത് മീൻ വറുത്തതിൻ്റെ ഒരു മണം കിട്ടും. ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ചേരുമ്പോഴത്തേന് നല്ലൊരു മണമാണ്. അതേപോലെ തന്നെ ചൂടോടെ ഉപയോഗിക്കണം. നമ്മൾ മീൻ വറുക്കുന്ന സമയത്ത് നല്ല ചൂടോടെ നല്ല ക്രിസ്പി ആയിരിക്കും. അത് കഴിഞ്ഞുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെയാണ്, അതേ ടെക്സ്ചറാണ് ഇതിന്. ആ കായൊക്കെ നല്ല വെന്ത് സോഫ്റ്റായിട്ട് മീനിൻ്റെ അതേ ദശയുടെ അതേ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞാനിത് വാഴക്കായിലാണല്ലോ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ പച്ച നേന്ത്രക്കായലും ചെയ്ത് നോക്കുക ഇതേ മസാല വെച്ച്. എന്നിട്ട് ടേസ്റ്റ് ചെയ്തതിലാണ് നല്ലതെന്നുള്ളത് നിങ്ങളെ കണ്ടുപിടിക്കുക. നേന്ത്രക്കായ ആണെങ്കിലും ഇതുപോലെ തന്നെ ഹാഫ് കുക്കാക്കിയിട്ട് മസാലയൊക്കെ തേച്ച് വയ്ക്കുക. അപ്പം നല്ലവണ്ണം അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടും. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വാഴക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടോടെ ചെയ്തിരിക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാൻ കൂടി മറന്നു പോലെ. ഇതുവരെ തന്ന സപ്പോർട്ടെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.